നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് 2ാം വർഷം മലയാളം. അതിലെ യൂണിറ്റ് 1 മാനവികം. ആ യൂണിറ്റിൽ ഉൾപ്പെടുന്ന 3ാമത്തെ പാഠം ഒരു കവിതയാണ്. കവിതയുടെ പേര് പെങ്ങൾ. ഇത് രചിച്ചിരിക്കുന്നത് ONV കുറുപ്പ്. ONV കുറുപ്പിനെ കുറിച്ച് നമുക്ക് സുപരിചിതമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ. മലയാളത്തിൽ അതിമനോഹരമായ അനേകം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. മയിൽപീലി, വളപ്പൊട്ടുകൾ, ഒരു തുള്ളി വെളിച്ചം, നീലക്കണ്ണുകൾ, കറുത്ത പക്ഷിയുടെ പാട്ട്, ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ്, അക്ഷരം, ഇങ്ങനെ അനേകം കവിതകൾ. ഈ കവിതകൾക്ക് പുറമെ അദ്ദേഹം ധാരാളം ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിമനോഹരമായ, എന്നെന്നും നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഭാവവും താളവും ലയവും എല്ലാം നിറഞ്ഞ ഗാനങ്ങൾ. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. ഈ വരികൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ മോഹം എന്ന കവിത അത് ചലച്ചിത്രത്തിൽ ഗാനമായിട്ട് ഇത്തരത്തിലാണ് ആവിഷ്കരിക്കപ്പെട്ടത്. ഏതൊരു സമയത്തും ഈ ഗാനം കേട്ടാൽ നമ്മുടെ മനസ്സ് നമ്മുടെ പിന്നിലേക്ക് പറന്നു പോകും. ഓർമ്മകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് നൽകുന്ന അതിമനോഹരമായ ഒരു ഗാനം. അതിലെ ഓരോ വരികളും അതിമനോഹരമാണ്. ONV കുറുപ്പിന് ഭാരതത്തിന് സാഹിത്യത്തിന് കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠ പുരസ്കാരം, പത്മഭൂഷൺ ബഹുമതി, അതുകൂടാതെ അനേകം പുരസ്കാരങ്ങളും ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മഹാനായ കവിയുടെ അതിമനോഹരമായ കവിത നമുക്കൊന്ന് പഠിക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് ചൊല്ലി നോക്കാം. എല്ലാവരും പാഠപുസ്തകത്തിൽ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എൻ്റെ കൈത്തണ്ടിലീരാഖിച്ചരടു നീ ബന്ധിച്ചു തെല്ലിടമിണ്ടാതെ നിന്നുവോ, പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ, നിന്നശ്രുബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ. ആരു നീ എന്നു ഞാൻ ചോദിച്ചതില്ല, നിൻ പേരുപോലും നീ പറഞ്ഞുമില്ലെങ്കിലും, വല്ലായ്മയാർന്ന നിന്നിൽപ്പുമാ മൗനവും തുള്ളികളായങ്ങടർന്ന നിൻ ദുഃഖവും, എൻ്റെ ഈ കൈത്തണ്ടയിൽ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവപ്പോലുമീ രാഖിയും എന്നോട് ചൊല്ലാതെ ചൊല്ലുന്നു, നിൻ പെങ്ങളാണിവൾ. എൻ്റെ കൂടെ പിറപ്പോ നീ ഒരേ രക്തം, എങ്കിൽ നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ എൻ്റേതുമാണെന്ന നേരിൽ ചുടർവെട്ടം എൻ്റെ ബോധത്തിലേക്ക് എത്തിത്തെറിപ്പിച്ചു മിണ്ടാതെ പയ്യെ പടികളിറങ്ങുന്ന നിൻ മൗനമെൻ മനസന്ധികൾ തോറുമേ തട്ടിത്തകരും സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറുന്നു, നിൻ പെങ്ങളാണിവൾ. ദുഃഖവും രോഷവും നഷ്ടബോധങ്ങളും ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വവും ഒക്കെയോരോരോ തിരയായി വന്നെൻ്റെ ഹൃത്തിലലയ്ക്കുന്നു, നിൻ പെങ്ങളാണിവൾ. പൊട്ടിത്തെറിക്കുന്ന
എന്ന പാചക വാതക കുറ്റിയിലെ പാമ്പ് തീ തുപ്പി നേർക്കവേ കത്തിയെരിഞ്ഞ് വെറുമൊരു വാർത്തയായി. കത്തിയെരിഞ്ഞ് വെറുമൊരു വാർത്തയായി കെട്ടടങ്ങുന്നവൾ. യാത്രയ്ക്കിടയിലായി ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ചുടുചായ പകർന്നിട്ടെറിഞ്ഞുടയ്ക്കാൻ മാത്രം ആരോ മെനഞ്ഞ മൺപാത്രമാകുന്നവൾ. മറ്റൊരു വീട്ടിനകത്തളത്തിൽ ജന്മമൽപാൽപമായി നീറ്റുമേതോ ചിതയിലൊരായുസ്സു കൊണ്ടേ സതിയനുഷ്ഠിക്കുവോൾ. താഴെ പിറന്ന കീടാങ്ങൾക്കൊരമ്മയായി വാഴ്വിൻ്റെ അറ്റം വരെ ചുമടേറ്റുവോൾ. കൈവരും നേട്ടത്തിനായി മേലാളന് കൈക്കൂലിയായിട്ടെറിയപ്പെടുന്നവൾ. മെയ്യഴകിൻ്റെ ദുരന്തം വരിപ്പവൾ. നെഞ്ഞിൽ മുലപ്പാൽ നിറഞ്ഞു വിങ്ങുമ്പോഴും കുഞ്ഞിനെ എങ്ങോ കിടത്തി പലർക്കുള്ള കഞ്ഞിക്കു വേണ്ടി മടച്ചു വീഴുന്നവൾ. സ്വപ്നങ്ങളെ സ്വന്തമിഷ്ടങ്ങളെ ബലിദർഭകളായ അശ്രുനീരോടെ വീഴ്ത്തുവോൾ. പാപികളാൽ കല്ലെറിയപ്പെടുന്നവൾ ശാപം വെറുമൊരു കല്ലാക്കി മാറ്റിയോൾ. പൂവായി വിരിഞ്ഞു പുഴുതിന്നു തീർപ്പവൾ പൂജാമുറിയിലിരുത്തിയ ദേവിയായി. ജീവപര്യന്തം വിധിക്കപ്പെടുന്നവൾ. തന്മക്കൾ തങ്ങളിൽ കൊന്നു കളിപ്പതിൽ തന്മനം നീറിപ്പുകഞ്ഞു കത്തുന്നവൾ. ചന്ദനം പോലെ അരഞ്ഞകിൽ പോൽ പുകഞ്ഞന്നു മന്യർക്കായി സുഗന്ധമാകുവോൾ. വന്യമാം നീതി വരേണ്യമാം നീതി രാജന്യമാം നീതിയും അമ്പെയ്തു വീഴ്ത്തുവോൾ. രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്ന് നിന്നും ഇക്ഷിതി ഗർഭത്തിൽ രക്ഷ തേടുന്നവൾ. നീ അമ്മ, നീ പത്നി, നീ പുത്രി, നീ ഭൂമി, നീ ശക്തി, നീ എൻ്റെ രക്തം, എൻ പെങ്ങൾ നീ. ചൂഴ്ന്നെടുത്തുള്ള നിൻ രക്ത ഞരമ്പുപോൽ ചൂന്നു തുടിക്കുമീ രാഖിയിൽ തൊട്ടു ഞാൻ നിന്നെ അറിയുന്നു. നിൻ തുടിപ്പോരുന്നു, നിന്റെ ദുഃഖങ്ങൾ കുടിച്ചു വറ്റിച്ചിനി നിന്നിലേഴും മഹാമംഗല ശക്തിയെ. ഇന്നെൻ്റെ വാക്കുകൾ തോറ്റിയുണർത്തട്ടെ. നിന്നിലേഴും മഹാമംഗല ശക്തിയെ. ഇന്നെൻ്റെ വാക്കുകൾ തോറ്റിയുണർത്തട്ടെ. ഇത് ഒ.എൻ. വി. കുറുപ്പിൻ്റെ അപരാഹ്നം എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ്. കവിത ചൊല്ലിയത് കേട്ടല്ലോ. ഞാൻ എൻ്റേതായ ഒരു ഈണത്തിലാണ് ഈ കവിത ഇവിടെ ചൊല്ലിയിരിക്കുന്നത്. ഈ കവിതയ്ക്ക് പല പല ഈണങ്ങളും താളങ്ങളും നമുക്ക് കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ ആ ഈണങ്ങളും താളങ്ങളും ഒന്ന് കണ്ടെത്തി ഇതൊന്ന് ചൊല്ലി നോക്കൂ. പെങ്ങൾ. എന്താണ് പെങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം? സഹോദരി എന്നാണ്. ഒരു സഹോദരൻ സ്നേഹത്തോടെ തൻ്റെ സഹോദരിയെ സംബോധന പറയുന്നതാണ് പെങ്ങൾ എന്ന വാക്ക്. ആ വാക്കിൻ്റെ വാത്സല്യവും സ്നേഹവും ലാളിത്യവും എത്ര വലുതാണ്. പണ്ട് കാലത്ത് കേരളത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയും അതുപോലെ മരുമക്കത്തായ സമ്പ്രദായവും നിലനിന്നിരുന്നു. എന്താണ് കൂട്ടുകുടുംബം? ഒരു കുടുംബത്തിൽ അനേകം ആളുകൾ, ബന്ധുജനങ്ങൾ ഒന്നിച്ച് താമസിക്കുക, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുക,
80ഉം 100ഉം ആളുകൾ വരെ ഓരോ കൂട്ടുകുടുംബത്തിലും അന്ന് ഉണ്ടായിരുന്നു അത്രേ. ഇന്ന് ആ വ്യവസ്ഥിതിയെല്ലാം മാറിയിരിക്കുന്നു. ഇന്ന് അണുകുടുംബങ്ങളാണ് നിലവിലുള്ളത്. അച്ഛൻ, അമ്മ, 1 2 മക്കൾ. ഇതാണ് ഇന്നത്തെ കുടുംബത്തിന്റെ സ്ഥിതി. മരുമക്കത്തായം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ സ്ഥാനവും ബഹുമാനവും അധികാരവും ഉണ്ടായിരിക്കുക സഹോദരിക്കായിരിക്കും. ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത പെങ്ങൾക്ക്, സഹോദരിക്ക്. അവരാണ് ആ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം, അതിനെല്ലാം നേതൃത്വം നൽകുന്നത്. സഹോദരന്മാർക്ക് അതിന് താഴെയേ സ്ഥാനമുള്ളൂ. അടുത്ത തലമുറ എത്തുമ്പോഴും അതുപോലെ തന്നെ കുടുംബത്തിലെ മൂത്ത സഹോദരിയായിരിക്കും ആ കുടുംബത്തിന്റെ നാഥ. മരുമക്കത്തായ സമ്പ്രദായം വളരെ കാലം കേരളത്തിൽ നിലനിന്നിരുന്നു. ആ സമ്പ്രദായത്തിൽ സഹോദരിക്ക് അല്ലെങ്കിൽ പെങ്ങൾക്കായിരുന്നു കൂടുതൽ സ്ഥാനമെന്ന് നമ്മൾ പഠിച്ചല്ലോ. അതുപോലെ തന്നെയായിരുന്നു മറ്റുള്ളവർ അവർക്ക് വില കൽപ്പിച്ചിരുന്നതും. ഒരു സഹോദരൻ ആ സഹോദരിയെ വളരെയധികം ബഹുമാനിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിച്ചിരുന്നു, അനുസരിച്ചിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറിയതോടെ അതെല്ലാം മാറിയിരിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനമെന്ത്? സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഇതെല്ലാം കവി ഈ കവിതയിലൂടെ നമ്മെ കാണിച്ചു തരുന്നു. ഏകാഗിയായി നിൽക്കുന്ന കവിയുടെ കയ്യിൽ ഒരു സ്ത്രീ രക്ഷാബന്ധൻ, രാഖി, സാഹോദര്യത്തിന്റെ പ്രതീകമായ ആ രാഖി കെട്ടിക്കൊടുക്കുന്നു. രാഖി കെട്ടിയ ആ പെൺകുട്ടിയെക്കുറിച്ച്, ആ സ്ത്രീയെക്കുറിച്ച്, അവളുടെ അവസ്ഥകളെക്കുറിച്ച്, അവളെ പോലെയുള്ള മറ്റു സ്ത്രീകൾ അനുഭവിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് കവി ചിന്തിക്കുന്നു. ആ ചിന്തയിലൂടെയാണ് ഈ മനോഹരമായ കവിത മുന്നോട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ കവിതയുടെ ആശയത്തിലേക്കൊന്ന് പോകാം. എല്ലാവരും ശ്രദ്ധയോടെ ഒന്ന് കേട്ടിരിക്കൂ. കൂടാതെ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻറ്റുകളും ഇടണം. ചെയ്യുമല്ലോ? നമുക്ക് ആശയത്തിലേക്ക് പോകാം. പുസ്തകത്തിൽ ശ്രദ്ധിക്കുക. കവി അങ്ങനെ നിൽക്കുകയാണ്, ഒറ്റയ്ക്കാണ്, കൂടെ ആരുമില്ല. ആ സമയത്ത് എൻ്റെ കൈത്തണ്ടിലി രാഖിച്ചരടു നീ ബന്ധിച്ചു തെല്ലിട മിണ്ടാതെ നിന്നുവോ. എൻ്റെ കയ്യിൽ ഈ രാഖിച്ചരട് കെട്ടിയിട്ട് നീ മിണ്ടാതെ നിൽക്കുകയാണോ കുറച്ചു സമയം എന്ന് കവി ചോദിക്കുന്നു. ആ സ്ത്രീ വന്ന് കവിയുടെ കയ്യിൽ രാഖി കെട്ടുകയാണ്. അതിനുശേഷം അവൾ കുറച്ചു നേരം അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നു. എന്നിട്ടവൾ എന്തു ചെയ്യുന്നു? പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ, നിന്നശ്രുബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ. അവൾ പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞ് നടക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ, അശ്രു കണ്ണുനീർ, അതിങ്ങനെ താഴത്തേക്ക് വീഴുന്നുണ്ട്. അവൾ ദുഃഖിതയാണ്. എന്തൊക്കെയോ വിഷമതകൾ ആ സ്ത്രീ അനുഭവിക്കുന്നുണ്ട്. അവളുടെ മനസ്സിലെ വേദനകൾ കണ്ണുനീരായിട്ട് താഴെ വീഴുന്നു. ആ കണ്ണുനീർ എങ്ങനെയുള്ളതാണ്? ചൂടുള്ള കണ്ണുനീരാണ്. അവളുടെ ഉള്ളിലെ ആ വേദന നിറഞ്ഞ, ആ ചൂട് നിറഞ്ഞ അവസ്ഥ താഴത്തേക്ക് വീഴുന്നു. ആ വീഴുന്ന കണ്ണുനീർ വീഴുന്ന ഭാഗം നീറിപ്പുകയുകയാണോ? ചൂടുള്ള കണ്ണുനീരാണല്ലോ വീഴുന്നത്. ആ വീഴുന്ന ഭാഗം നീറിപ്പുകയുകയാണോ എന്ന് കവി സംശയിക്കുന്നു, ചോദിക്കുന്നു. കവി വീണ്ടും ചോദിക്കുകയാണ്, ആരു നീ? നീ ആരാണ്? ഞാൻ അങ്ങനെ നിന്നോട് ചോദിച്ചതില്ല. എൻ്റെ കയ്യിൽ രക്ഷാബന്ധൻ നീ കെട്ടിത്തന്നു, പക്ഷെ ആരാണ് നീ എന്ന് ഞാൻ ചോദിച്ചില്ല. നിന്റെ പേരു പോലും നീ പറഞ്ഞുമില്ലെങ്കിലും വല്ലായ്മയിൽ നിൻ നിൽപ്പും ആ മൗനവും തുള്ളികളായി അങ്ങടർന്ന
നിൻ ദുഃഖവും. കവി ചിന്തിക്കുന്നു, കവി പറയുന്നു, എന്താണ്? നീ ആരാണെന്ന് ഞാൻ ചോദിച്ചില്ല, നിന്റെ പേര് പോലും നീ പറഞ്ഞില്ല, നീ എനിക്ക് അപരിചിതയാണ്, ഞാൻ ഇതിനു മുൻപ് നിന്നെ കണ്ടിട്ടില്ല, നീ ആരാണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും വല്ലായ്മയാർന്ന നിൽപ്പ്, നിന്റെ ആ വിഷമം നിറഞ്ഞ, വല്ലായ്മ നിറഞ്ഞ ആ നിൽപ്പും നിന്റെ മൗനവും, നിന്റെ തുള്ളികളായി അങ്ങ് അടർന്നു വീഴുന്ന ദുഃഖവും, അവളുടെ ദുഃഖം അതാണ് കണ്ണുനീരായിട്ട് അടർന്നു വീഴുന്നത്, ആ ദുഃഖവും എന്റെ കൈത്തണ്ടയിൽ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവപ്പോലുമീ രാഖിയും. നീ എന്റെ കയ്യിൽ രാഖി ബന്ധിച്ചു, രാഖി കെട്ടി, ചുവന്ന നിറമുള്ള ചെഞ്ചുവപ്പായ ആ രാഖി, അത് കെട്ടിയപ്പോൾ ആ രാഖി എന്നോട് ചൊല്ലാതെ ചൊല്ലുന്നു. ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ കയ്യിൽ നീ കെട്ടിയ ആ രാഖി എന്നോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? നിൻ പെങ്ങളാണിവൾ, മറ്റാരുമല്ല, നിന്റെ സ്വന്തം പെങ്ങളാണ് ഇവൾ. അപ്പോൾ കവിക്ക് തൻ്റെ കയ്യിൽ രാഖി കെട്ടിയ ആ സ്ത്രീ തൻ്റെ പെങ്ങളാണെന്ന് മനസ്സിലാകുന്നു. സാഹോദര്യത്തിന്റെ പ്രതീകമാണല്ലോ രക്ഷാബന്ധൻ. സഹോദരൻ സഹോദരിയുടെ കയ്യിലും തിരിച്ചും രാഖി കെട്ടുന്നു. സാഹോദര്യത്തിന്റെ ആ സ്നേഹമാണ് ആ രാഖിയിലൂടെ പ്രകടമാകുന്നത്. ഇവിടെ കവിക്ക് അപരിചിതയായ ആ സ്ത്രീ കവിയുടെ പെങ്ങളാണ് എന്നാണ് പറയുന്നത്. കവി അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, എന്റെ കൂടപ്പിറപ്പോ നീ എന്റെ കൂടപ്പിറപ്പാണോ? എന്റെ കൂടെ പിറന്ന സഹോദരിയാണോ? ഒരേ രക്തം, എന്റെ രക്തം തന്നെയാണോ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ, നീ എന്റെ കൂടപ്പിറപ്പാണെങ്കിൽ, ഒരേ രക്തമാണെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, മറ്റൊന്നുമല്ല, നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ എന്റേതുമാണെന്ന നേരിൽ ചുടർവെട്ടം എന്റെ ബോധത്തിലേക്ക് എറ്റിത്തെറിപ്പിച്ചു. മിണ്ടാതെ പയ്യെ പടികളിറങ്ങുന്ന നിൻ മൗനമെൻ മനസ്സന്ധികൾ തോറുമേ തട്ടിത്തകരും സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറുന്നു. കവി പറയുകയാണ്, നീ എന്റെ കൂടെ പിറപ്പാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, മറ്റൊന്നുമല്ല, നിന്റെ ദുഃഖങ്ങളും നിന്റെ അഭിമാനവും അതുപോലെ അപമാനവും മാനാപമാനങ്ങളും അതെല്ലാം നിന്നെ പോലെ തന്നെ എന്റേതുമാണ്. ആ നേര്, ആ സത്യം, അതിൻ്റെ ആ വെളിച്ചം, ചുടർവെട്ടം, അതിൻ്റെ ആ വെളിച്ചം, ചൂടുള്ള തെളിഞ്ഞ ആ വെട്ടം എൻ്റെ ബോധത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് എത്തിത്തെറിപ്പിച്ച് എത്തി നോക്കിയപ്പോൾ ഞാൻ എന്താണ് കണ്ടത്? നീ എൻ്റെ സഹോദരിയാണ്, എൻ്റെ കൂടപ്പിറപ്പാണ്, എൻ്റെ രക്തമാണ്. നിന്റെ ദുഃഖങ്ങളും നിന്റെ മാനാഭിമാനങ്ങളും എല്ലാം എൻ്റേതും കൂടിയാണെന്ന് എനിക്ക് ബോധ്യം വന്ന് ഞാൻ നോക്കുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത്? നീ പതുക്കെ മിണ്ടാതെ പടികളിറങ്ങുകയാണ്. പടികളിറങ്ങുന്ന നിൻ മൗനം, അവളൊന്നും പറയുന്നില്ല. ആ മൗനത്തിന് എന്ത് സംഭവിച്ചു? മിണ്ടാതെ പടികളിറങ്ങുന്ന ആ സ്ത്രീയുടെ മൗനം നമ്മുടെ കവിയുടെ മനസ്സന്ധികൾ തോറുമേ, മനസ്സാകുന്ന ആ സന്ധികളിൽ ചെന്ന് തട്ടിത്തകരുകയാണ്. തട്ടിത്തകർന്നിട്ട് ഒരു സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറുന്നു. സ്ഫടികപാത്രം, അത് താഴെ വീണാൽ പൊട്ടിച്ചിതറും. ഇവിടെ ഈ സ്ത്രീയുടെ മൗനം കവിയുടെ മനസ്സന്ധികളിൽ തട്ടിയിട്ട് ഒരു സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറുകയാണ്. കവി വീണ്ടും ചിന്തിക്കുന്നു, നിൻ പെങ്ങളാണിവൾ, അവൾ നിന്റെ പെങ്ങളാണ്. പെങ്ങളെ സഹായിക്കുക, പെങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക, പെങ്ങൾക്ക് വേണ്ട സന്തോഷം നൽകുക, ഇതെല്ലാം സഹോദരന്മാരുടെ കടമയാണ്. ഇവിടെ കവി തന്റെ കയ്യിൽ രക്ഷാബന്ധൻ കിട്ടിയ തന്റെ പെങ്ങൾ, അവൾ വളരെയധികം വേദനിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. കവി വീണ്ടും ചിന്തിക്കുന്നു, അവൾ എൻ്റെ പെങ്ങളാണ്. ദുഃഖവും രോഷവും നഷ്ടബോധങ്ങളും
ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വവും. ആ സ്ത്രീയുടെ അവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ്? അവൾക്ക് ദുഃഖമുണ്ട്, അവൾ അധികം വേദനകൾ, എന്തെല്ലാമോ വേദനകൾ അനുഭവിക്കുന്നവളാണ്. അവളുടെ ജീവിതം ദുഃഖങ്ങൾ നിറഞ്ഞതാണ്. അതിലവൾക്ക് രോഷമുണ്ട്, ദേഷ്യവുമുണ്ട്. ആരോടൊക്കെയോ അവൾക്ക് ദേഷ്യവുമുണ്ട്. നഷ്ടബോധങ്ങളുണ്ട്. പലതും അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൾ നേടിയതെല്ലാം അവൾക്ക് പോയിരിക്കുന്നു. ആ നഷ്ടബോധങ്ങളും ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വവും, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ, നിസ്സഹായ അവസ്ഥ, ദിക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ നിസ്സഹായ അവസ്ഥയും ഒക്കെ ആ സ്ത്രീക്കുണ്ട്. ഒക്കെ ഓരോരോ തിരയായി വന്നെന്റെ ഹൃത്തിൽ അലയ്ക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് തിരകൾ വരുന്നത് പോലെ ഈ സഹോദരിയുടെ ദുഃഖങ്ങളും വേദനകളും ദേഷ്യവും നഷ്ടബോധങ്ങളും നിസ്സഹായ അവസ്ഥയും കവിയുടെ ഹൃത്തിൽ, മനസ്സിൽ വന്ന് അടിക്കുകയാണ്. അതെല്ലാം കവി മനസ്സിലാക്കുകയാണ്. വീണ്ടും കവിയോട് പറയുന്നു, ഇത് നിൻ പെങ്ങളാണ് ഇവൾ നിന്റെ പെങ്ങളാണ്. കവി തൻ്റെ കയ്യിൽ രക്ഷാബന്ധൻ കെട്ടിയ തൻ്റെ സഹോദരിയെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ ഇതാ നമ്മുടെ ഭാരതീയ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, യാതനകളിലേക്ക് കടക്കുകയാണ്. നോക്കൂ, പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുറ്റിയിലെ പാമ്പ് തീ തുപ്പി നേർക്കവേ കത്തിയെരിഞ്ഞ് വെറുമൊരു വാർത്തയായി കെട്ടടങ്ങുന്നവൾ. ഒരു പെങ്ങൾ, ഒരു സ്ത്രീ, അവൾ വിവാഹം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിലെത്തുന്നു. അധികം താമസിയാതെ പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലും ഒരു വാർത്ത വരുന്നു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന്. ഇത്തരത്തിലുള്ള വാർത്തകൾ എത്രയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇവിടെ കവി പറയുന്നു, അത്തരത്തിൽ പാചകവാതകം പൊട്ടിത്തെറിച്ച് തീ തുപ്പി കത്തിക്കരിഞ്ഞ ആ സ്ത്രീയുടെ വാർത്ത പത്രത്തിൽ വരുന്നു എന്ന് പറയുന്നതോടൊപ്പം അത് കെട്ടടങ്ങുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് 1-2 ദിവസം ചിലപ്പോൾ ആളുകൾ ചിന്തിച്ചിരിക്കാം. അത് കഴിയുമ്പോൾ എല്ലാവരും അത് മറന്നു പോകുന്നു. അവൾ ആരുടെയും സ്മരണയിലേക്ക്, ഓർമ്മയിലേക്ക് കടന്നു വരുന്നില്ല. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞില്ല. സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി കവി ഇവിടെ വ്യക്തമാക്കുന്നു. യാത്രക്കിടയിലായി ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ചുടുചായ പകർന്നിട്ട് എറിഞ്ഞുടയ്ക്കാൻ മാത്രം ആരോ മെനഞ്ഞ മൺപാത്രമാകുന്നവൾ. സ്ത്രീ, അവൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവൾ ഒറ്റയ്ക്കാണ്. സാഹചര്യം ഒത്തുവന്നാൽ ആ സ്ത്രീയെ, ആ പെൺകുട്ടിയെ ആളുകൾ ഉപദ്രവിക്കുന്നു, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, അവളെ പീഡിപ്പിക്കുന്നു, അവരുടെ ദാഹം അവർ തീർക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളും ഇന്ന് ധാരാളമായിട്ട് നാം കേൾക്കുന്നുണ്ട്, ഇല്ലേ? എത്രയെത്ര സംഭവങ്ങളാണ്. ഒറ്റയ്ക്ക് പോകുന്ന പെൺകുട്ടികൾ ഒറ്റപ്പെട്ട അവസ്ഥയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ക്രൂരന്മാരായ ആളുകൾ വളഞ്ഞു കെട്ടി അവരുടെ മാനം നശിപ്പിക്കുന്നു. എന്നിട്ടും വേണ്ട, പലരും അവരെ കൊല്ലുക കൂടി ചെയ്യുന്നു, അവരുടെ ജീവൻ എടുക്കുക കൂടി ചെയ്യുന്നു. ഇവിടെ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ആ പാത്രം എറിഞ്ഞുടയ്ക്കുന്നത് പോലെ, എറിഞ്ഞുടയ്ക്കുന്ന ഒരു മൺപാത്രം പോലെ ആവശ്യം കഴിഞ്ഞിട്ട് ഈ സ്ത്രീകളെ ആളുകൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇനിയും മറ്റൊരു വീട്ടിൻ്റെ അകത്തളത്തിൽ ജന്മം അല്പാൽപമായി നീറ്റുമേതോ
ചിതയിൽ ഒരായുസ്സു കൊണ്ടേ സതി അനുഷ്ഠിക്കുവോൾ. കവി പറയുന്നു, മറ്റൊരു വീടിന്റെ അടുക്കളയിൽ ഒരു ഭാര്യ അവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ്. വിവാഹം കഴിച്ച അന്നു മുതൽ അവൾ ഭർതൃഗൃഹത്തിലെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവിടെ ആ അടുക്കളയിൽ അവൾ നീറി നീറി ജീവിതം തള്ളി നീക്കുകയാണ്. ആ അടുക്കളയിലെ ആ തീയിൽ, ആ ചൂടിൽ അവൾ അവളുടെ ആയുസ് മുഴുവൻ സതി അനുഷ്ഠിക്കുകയാണ്. എന്താണ് സതി? വളരെ കാലം മുമ്പ് ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമാണ് സതി. ഭർത്താവ് മരിക്കുമ്പോൾ ആ ഭർത്താവിന്റെ ചിതയിലേക്ക് ജീവനുള്ള അയാളുടെ സ്വന്തം ഭാര്യ ചാടി ഭർത്താവിന്റെ ആ ചിതയിൽ മരിക്കണം. ഇതാണ് സതി എന്ന അനാചാരം. താല്പര്യമില്ലാത്ത പെൺകുട്ടികളെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ബലമായിട്ട് ചിതയിലേക്ക് തള്ളിയിടുന്ന പതിവ് അക്കാലത്ത് സർവ്വസാധാരണമായിരുന്നു എന്നാണ് പറയുന്നത്. രാജാറാം മോഹൻ റോയ് എന്ന സാമൂഹിക പരിഷ്കർത്താവ് സതീ സമ്പ്രദായം ബ്രിട്ടീഷ് ഭരണകാലത്ത് വില്യം ബെന്റിക് പ്രഭുവിന്റെ സഹായത്തോടുകൂടി നിർത്തലാക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ കവി പറയുന്നു, സതി നിർത്തലാക്കി, പക്ഷേ ഇന്നും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ നീറി നീറി ആ അടുക്കളയിൽ ജീവിതത്തിലെ ആയുസ് മുഴുവൻ ചിലവഴിച്ച് സതി അനുഷ്ഠിക്കുന്നുണ്ട് എന്ന്. ഇതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, പല സ്ത്രീകളും ഭർതൃവീട്ടിൽ മാനസികമായും ശാരീരികമായും വേദനകൾ തിന്ന് ദുഃഖങ്ങൾ അറിഞ്ഞ് ജീവിതകാലം തള്ളി നീക്കുന്നു എന്നാണ്. ഇനിയും താഴെ പിറന്ന കിടാങ്ങൾക്കൊരമ്മയായി വാഴ്വിന്റെ അറ്റം വരെ ചുമടേറ്റുവോൾ. ചില പെൺകുട്ടികളാകട്ടെ അവരുടെ താഴെയുള്ള കുഞ്ഞുങ്ങളെ, അമ്മ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും മൂത്ത പെൺകുട്ടികളാണ് വളർത്തുന്നത്, പോറ്റുന്നത്. താഴെ അധികം കുട്ടികളുണ്ട്. അങ്ങനെ തൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങളെ, ആ കിടാങ്ങൾക്ക് ഒരമ്മയായിട്ട് വാഴ്വിന്റെ ജീവിതത്തിന്റെ അറ്റം വരെ ജീവിക്കുന്നവരും ഉണ്ട്. സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് സമയമില്ല നോക്കാൻ. അമ്മ ഓരോ വർഷവും ഓരോ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ആ കുഞ്ഞുങ്ങളെ, താഴെയുള്ള കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നത് മുതിർന്ന സഹോദരിമാരായിരിക്കും. അങ്ങനെ അവർ അവരുടെ ജീവിതം മുഴുവൻ ഇങ്ങനെ സഹോദരങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും, ഭാരം വഹിക്കും. കൈവരും നേട്ടത്തിനായി മേലാളന് കൈക്കൂലിയായിട്ടെറിയപ്പെടുന്നവൾ. ഇനി ചില സ്ത്രീകൾ നേട്ടത്തിനു വേണ്ടിയിട്ട്, ചില ആളുകൾ വലിയ സമ്പന്നർക്ക്, മേലാളർക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികളെ എറിഞ്ഞു കൊടുക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പതിവുകൾ തന്നെയാണ്. നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് വലിയ ആളുകൾക്ക് പെൺകുട്ടികളെ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന സമ്പ്രദായം, അതാണ് ഇവിടെ കവി അർത്ഥമാക്കുന്നത്. കൈവരും നേട്ടത്തിനായി മേലാളന് കൈക്കൂലിയായിട്ട് എറിയപ്പെടുന്നവൾ. അങ്ങനെയുള്ള പെൺകുട്ടികളും സ്ത്രീകളുമുണ്ട്. മെയ്യഴകിന്റെ ദുരന്തം വരിപ്പവൾ. അവർ എങ്ങനെയുള്ള പെൺകുട്ടികളാണ്? അവർക്ക് മെയ്യഴകുണ്ട്, അവർക്ക് സൗന്ദര്യമുണ്ട്. അതിന്റെ ദുരന്തമാണ് അവർ അവിടെ അനുഭവിക്കുന്നത്. സുന്ദരികളായ പെൺകുട്ടികളെ ഇങ്ങനെ വലിയ ആളുകൾക്ക് കാഴ്ചവെക്കുക, അതിൽ നിന്നും പല നേട്ടങ്ങളും നേടിയെടുക്കുക, ഈ പതിവ് ആണിവിടെ കവി അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരമ്മയുടെ കഥയൊന്ന് നോക്കൂ. അതിദാരുണമായ ഒരു കഥ. നെഞ്ഞിൽ മുലപ്പാൽ നിറഞ്ഞു വിങ്ങുമ്പോഴും കുഞ്ഞിനെ എങ്ങോ കിടത്തി പലർക്കുള്ള കഞ്ഞിക്കു വേണ്ടി മടച്ചു വീഴുന്നവൾ. ഒരു സ്ത്രീയുടെ സാഫല്യമാണ് അമ്മയാവുക എന്നത്. അവൾ പ്രസവിച്ചു, അവൾ അമ്മയായി, അവൾക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് പാല് കൊടുക്കുക ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ഈ അമ്മയ്ക്ക് അതിന് സാധിക്കുന്നില്ല. ആ അമ്മ എന്താണ് ചെയ്യുന്നത്?
ആ അമ്മയുടെ നെഞ്ചിൽ മുലപ്പാൽ നിറഞ്ഞ് വിങ്ങുകയാണ്. പക്ഷെ കുഞ്ഞിനത് കൊടുക്കാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല. കാരണം ആ കുഞ്ഞിനെ അമ്മ എവിടെയോ കിടത്തിയിരിക്കുകയാണ്. എന്നിട്ട് മറ്റു പലർക്കും വേണ്ടിയിട്ടുള്ള ആഹാരത്തിന്, കഞ്ഞിക്ക് വേണ്ടിയിട്ട് അവൾ അധ്വാനിക്കുകയാണ്, അവൾ ജോലി ചെയ്യുകയാണ്. കുഞ്ഞെവിടെയോ കിടക്കുന്നുണ്ട്, വിശന്ന് ദാഹിച്ച്. കുഞ്ഞിന് കൊടുക്കാൻ, പാല് കൊടുക്കാൻ അമ്മയുടെ നെഞ്ചിലുണ്ട്. പക്ഷേ കൊടുക്കാൻ സാധിക്കുന്നില്ല, അതിന് അവസരം കിട്ടുന്നില്ല. കാരണം അവൾ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ്. എത്ര ദാരുണമാണ് ആ അമ്മയുടെ അവസ്ഥ എന്ന് നോക്കൂ. സ്വപ്നങ്ങളെ, സ്വന്തം ഇഷ്ടങ്ങളെ ബലിദർഭകളായ അശ്രുനീരോടെ വീഴ്ത്തുവോൾ. സ്ത്രീയെ കുറിച്ച് പറയുന്നു. ദർഭ, നമ്മൾ ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ദർഭപ്പുല്ല്. ആ ദർഭയ്ക്ക് വേണ്ടിയിട്ടാണോ, ദർഭയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അവിടെ ബലിതർപ്പണത്തിന് ഉപയോഗിക്കുന്നത്? ഒരിക്കലും അല്ല. മറ്റുള്ളവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ആ ദർഭപ്പുല്ല് ബലിയാടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് സ്ത്രീ. അവൾ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടാകുന്നു, ആ ദർഭപ്പുല്ലിനെ പോലെ. സ്വന്തം സ്വപ്നങ്ങളെയും സ്വന്തം ഇഷ്ടങ്ങളെയും ബലി കൊടുത്തിട്ട് ദർഭപ്പുല്ലിനെ പോലെ കണ്ണുനീർ വീഴ്ത്തുന്നവളാണ് സ്ത്രീ എന്ന് കവി പറയുന്നു. പാപികളാൽ കല്ലെറിയപ്പെടുന്നവർ, പാപികൾ, പാപം ചെയ്തവർ അവളെ കല്ലെറിയുകയാണ്. ഇവിടെ നമ്മൾ സ്മരിക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടിയിട്ട് നന്മ ചെയ്ത ആ ദൈവപുത്രൻ. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ, പാപം ചെയ്തവർ അദ്ദേഹത്തെ കല്ലെറിയുകയായിരുന്നു. ഇവിടെ കവി സ്മരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. ആ യേശുക്രിസ്തുവിനെ പോലെ സ്ത്രീകൾ പാപികളാൽ കല്ലെറിയപ്പെടുന്നു. ശാപം വെറുമൊരു കല്ലാക്കി മാറ്റിയോൾ. ശാപം, അഹല്യ പുരാണത്തിലെ ഒരു കഥാപാത്രമാണ്. ഗൗതമ മുനിയുടെ പത്നി, പാതിവൃത്യം കാത്തു സൂക്ഷിച്ച ആ അഹല്യ ദേവേന്ദ്രന്റെ ചതിപ്രയോഗത്തിലൂടെ അവൾക്ക് സ്വന്തം ഭർത്താവിനാൽ ശാപമേൽക്കേണ്ടി വരുന്നു. അവൾ ഒരു ശിലയായി, ഒരു കല്ലായി മാറുന്നു. യാതൊരുവിധ വികാരങ്ങളുമില്ലാത്ത ഒരു കല്ലായിട്ട് അനേക നൂറ്റാണ്ടുകൾ അവൾക്ക് കിടക്കേണ്ടി വന്നു. ഇവിടെ അഹല്യയെക്കുറിച്ച് കവി പറയുന്നതിന് കാരണം, നിരപരാധികളായ, ഒരു തെറ്റും ചെയ്യാത്ത സ്ത്രീകൾ, അവർ മറ്റുള്ളവരുടെ പ്രേരണയാൽ, ശാപത്താൽ ഒരു കല്ലിനെ പോലെ നിർവികാരമായിട്ട് ജീവിക്കേണ്ട അവസ്ഥകളും വന്നു ചേർന്നിരിക്കുന്നു. ശാപം വെറുമൊരു കല്ലാക്കി മാറ്റിയോൾ. പൂവായി വിരിഞ്ഞ് പുഴുതിന്നു തീർപ്പവൾ. സ്ത്രീ, അവൾ അതീവ സുന്ദരിയായിരുന്നു. ഒരു പൂവ് എത്ര ഭംഗിയാണ് അല്ലെ, വിടർന്നങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ആ പൂവിന്റെ ഭംഗി നോക്കി അങ്ങനെ നിൽക്കും. അതുപോലെയാണ് ഒരു പെൺകുട്ടി. അവൾ അതിസുന്ദരിയായിരുന്നു. അവളുടെ ശരീരം മുഴുവൻ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുകയാണ്, മെയ്യഴകുണ്ട്. പക്ഷേ ഇവിടെ ഒരു പൂവിനെ, മനോഹരമായ ഒരു പൂവിനെ പുഴുവന്ന് തിന്നുമ്പോൾ ആ പൂവിന്റെ ഭംഗി നഷ്ടപ്പെടുന്നത് പോലെ ഈ സുന്ദരിയായ പെൺകുട്ടിയെ ദുഷ്ടന്മാർ വികൃത രൂപികളാക്കി മാറ്റുന്നു. അവളുടെ സൗന്ദര്യത്തെ നശിപ്പിക്കുന്നു. സുന്ദരിയായ അവൾ വിവാഹം കഴിഞ്ഞ് ഭർത്തൃവീട്ടിലെത്തുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും പേറേണ്ടി വരുമ്പോൾ അവളുടെ സൗന്ദര്യമെല്ലാം എവിടെയോ പോയി പോകുന്നു. പൂവായി വിരിഞ്ഞെങ്കിലും പുഴു തിന്ന് തീർപ്പവളായി മാറുന്നു. പൂജാമുറിയിലിരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെടുന്നവൾ. പൂജാമുറിയിൽ നമ്മൾ ദേവിയെ പ്രതിഷ്ഠിക്കാറുണ്ട്. ആ ദേവി അവിടെ തന്നെ ഇരിക്കുകയാണ്, പുറത്തേക്ക് പോകുന്നില്ല. അതുപോലെയാണ് സ്ത്രീകളുടെ അവസ്ഥയും. അവർ ആ വീട്ടിൽ ബന്ധിക്കപ്പെടുകയാണ്. അവർ അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയാണ്. അവർക്ക് പിന്നീട് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല.
തന്മക്കൾ തങ്ങളിൽ കൊന്നു കളിപ്പതിൽ തന്മനം നീറിപ്പുകഞ്ഞു കത്തുന്നവൾ. അവൾ ഇതിനൊക്കെ പുറമെ സ്വന്തം മക്കൾ തമ്മിൽ കലഹിക്കുന്നതിൽ വേദനിക്കുകയും ചെയ്യുന്നു. കൊന്നു കളിക്കുകയാണ് മക്കൾ തമ്മിൽ പരസ്പരം. അതിൽ അവളുടെ മനസ്സ് നീറിപ്പുകഞ്ഞ് അവൾ വേദനിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ പീഡനങ്ങൾ മാത്രമല്ല, അവളുടെ മക്കൾ അവർ തമ്മിൽ കലഹിക്കുമ്പോഴും അവളുടെ മനസ്സ് വേദനിക്കുന്നു. ചന്ദനം പോലെ അരഞ്ഞ് അകിൽ പോൽ പുകഞ്ഞ് അന്യർക്കായി സുഗന്ധമാകുമ്പോൾ. ചന്ദനം നല്ല സുഗന്ധമുള്ള ഒന്നാണ് അല്ലേ? ഈ ചന്ദനം നമ്മൾ അരഞ്ഞു കിട്ടുമ്പോൾ അതെടുത്ത് നെറ്റിയിൽ തൊടുന്നു. അതൊന്ന് മണത്തു നോക്കിയാൽ അതീവ സുഗന്ധമാണ്. ആ സുഗന്ധമുള്ള ചന്ദനം കിട്ടണമെങ്കിൽ ആ ചന്ദനത്തടി നന്നായിട്ട് ഉരയ്ക്കണം അല്ലേ? അത് നന്നായിട്ട് ഉരയ്ക്കുമ്പോഴാണ് ആ മനോഹരമായ സുഗന്ധമുള്ള ചന്ദനം നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ചന്ദനത്തടി ഉരഞ്ഞുരഞ്ഞ് നമുക്ക് ചന്ദനം തരുന്നു. അതുപോലെ അകിൽ, അതൊരു മണമുള്ള ഒരു മരമാണ്. ആ മരത്തടി പുകയ്ക്കുമ്പോൾ സുഗന്ധം ലഭിക്കുന്നു. അപ്പൊ ചന്ദനത്തിൽ നിന്നും സുഗന്ധം ലഭിക്കുന്നു. അകിൽ പുകയ്ക്കുമ്പോൾ, അകിൽ എന്ന മരം പുകയ്ക്കുമ്പോഴും സുഗന്ധം കിട്ടുന്നു. ഇവിടെ ചന്ദനവും അകിലും ഈ സുഗന്ധം നൽകുന്നത് സ്വന്തം ആവശ്യത്തിനാണോ? അല്ല, മറ്റുള്ളവർക്കു വേണ്ടി. സ്വന്തം ദുഃഖങ്ങൾ, സ്വന്തം വേദനകൾ അനുഭവിച്ച് മറ്റുള്ളവർക്കു വേണ്ടി ജീവിക്കുന്നവരാണ് സ്ത്രീകൾ എന്നർത്ഥം. ചന്ദനവും അകിലും അങ്ങനെയാണ്. ചന്ദനം അരഞ്ഞ് ചന്ദനം തരുന്നു. അകിൽ പുകച്ച് സുഗന്ധം തരുന്നു. അത് രണ്ടും അവർക്ക് വേണ്ടിയിട്ടല്ല, ചന്ദനത്തിനും അകിലിനും വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് സ്ത്രീകളും എന്ന് കവി പറയുന്നു. വന്യമാം നീതി, വരേണ്യമാം നീതി, രാജന്യമാം നീതി, അമ്പെയ്തു വീഴ്ത്തുവോൾ. രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്ന് ഇക്ഷിതി ഗർഭത്തിൽ രക്ഷ തേടുന്നവൾ. ഈ വരികളിൽ രാമായണത്തിലെ സീതയെയാണ് കവി പരാമർശിക്കുന്നത്. രാവണന്റെ രാജധാനിയിൽ കഴിഞ്ഞതിനാൽ പതിവ്രതയല്ല എന്ന ഒരു ആരോപണം സീതയ്ക്കു നേരെ ഉണ്ടാകുന്നു. ആദ്യം രാജ്യത്തെ ജനങ്ങളാണ് പ്രതികരിച്ചത്. വന്യം, ക്രൂരമായ ആ പ്രതികരണം അത് കേട്ടിട്ട് രാജകൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ, പുരോഹിതന്മാർ വരേണ്യമായ ശ്രേഷ്ഠമായ നീതി നടപ്പാക്കുകയാണ്. ഇതറിഞ്ഞ രാമൻ രാജാവ്, അദ്ദേഹം രാജന്യമാം നീതിയും നടത്തി. സീതയെ അവൾ പതിവ്രതയാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി അഗ്നിയിൽ പ്രവേശിപ്പിക്കുന്നു. അഗ്നിയിൽ നിന്നും പുറത്തു വന്ന സീത അവസാനം ഭൂമി പാതാളത്തിൽ അഭയം തേടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സീതയ്ക്ക് അഭയം കൊടുത്തത് ഭൂമിയാണ്. വന്യമാം നീതി, വരേണ്യമാം നീതി, വരേണ്യം ശ്രേഷ്ഠം, രാജന്യമാം നീതിയും അമ്പെയ്തു വീഴ്ത്തുവോൾ. രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്ന് ഇക്ഷിതി ഗർഭത്തിൽ രക്ഷ തേടുന്നവൾ. തന്നെ രക്ഷിക്കേണ്ട തന്റെ ഭർത്താവ് രാമനിൽ നിന്നും രക്ഷ കിട്ടുന്നില്ല. അതുകൊണ്ട് സീത ക്ഷിതി, ഭൂമിയുടെ ഗർഭത്തിൽ, പാതാളത്തിൽ അഭയം തേടുകയാണ്. രാമായണത്തിൽ കഥ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. ഭൂമി പിളർന്ന് സീത ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന കഥയാണതിൽ കവി വർണ്ണിക്കുന്നത്. കവി പറയുന്നു, നീ അമ്മയാണ്, നീ പത്നിയാണ്, നീ പുത്രിയാണ്, നീ ഭൂമിയാണ്. നീ അമ്മയാണ്, പത്നിയാണ്, പുത്രിയാണ്, ഭൂമിയാണ്. നീ ശക്തി, നീ എന്റെ രക്തം, എൻ പെങ്ങൾ നീ. കവി വീണ്ടും തന്റെ കയ്യിൽ രക്ഷാബന്ധൻ കെട്ടിയ തന്റെ സഹോദരി, തന്റെ പെങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അല്ലയോ എന്റെ സഹോദരി, നീ അമ്മയാണ്, നീ പത്നിയാണ്, നീ പുത്രിയാണ്, നീ ഭൂമിയാണ്, നീ ശക്തിയാണ്, നീ എന്റെ രക്തമാണ്, നീ എന്റെ പെങ്ങളാണ്. ചൂടിനടുത്തുള്ള നിൻ രക്തഞരമ്പു പോൽ ചോന്നു തുടിക്കുമീ രാഖിയിൽ തൊട്ട് ഞാൻ നിന്നെ അറിയുന്നു.
ചൂഴ്ന്നെടുത്ത നിന്റെ രക്തം, രക്തത്തിന്റെ നിറം ചുവപ്പാണല്ലോ, ആ ചൂഴ്ന്നെടുത്ത നിന്റെ രക്തഞരമ്പ് പോലെ ആ നിറമുള്ള ചുമന്നു തുടിക്കുന്ന ആ രാഖിയിൽ തൊട്ടിട്ട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ നിന്നെ മനസ്സിലാക്കുകയാണ്, നിന്നെ അറിയുന്നു, നിൻ തുടിപ്പോരുന്നു, നിന്റെ ശരീരത്തിലെ തുടിപ്പ്, ഹൃദയസ്പന്ദനം ഞാൻ അറിയുന്നു. നിന്റെ ദുഃഖങ്ങൾ കുടിച്ചു വറ്റിച്ച് നിന്നിലെഴും മഹാമംഗല ശക്തിയെ ഇന്നെന്റെ വാക്കുകൾ തോറ്റി ഉണർത്തട്ടെ. അപ്പോൾ ഈ രാഖിയിൽ തൊട്ട് കവി വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്, നിന്റെ തുടിപ്പ് ഞാൻ അറിയുന്നു, നിന്നെ ഞാൻ അറിയുന്നു, നിന്റെ ദുഃഖങ്ങളെല്ലാം കുടിച്ചു വറ്റിക്കുകയാണ്, നിന്റെ വേദനകളെല്ലാം ഇല്ലായ്മ ചെയ്യുകയാണ്. അങ്ങനെ കുടിച്ചു വറ്റിച്ച് നിനക്ക് മഹാമംഗലം, മഹത്തായ ഐശ്വര്യം നൽകുവാനായിട്ട് എൻ്റെ വാക്കുകൾ ആ തോറ്റി ഉണർത്തുകയാണ്, ആ ശക്തിയിലേക്ക് പുനരാവാഹിക്കുകയാണ്. നിന്റെ ദുഃഖങ്ങളെല്ലാം ഞാൻ ഇല്ലായ്മ ചെയ്യും എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്. ആ സഹോദരിയുടെ വേദനകളെല്ലാം ഇല്ലാതെയാക്കി, അവളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി, അവൾക്ക് ഐശ്വര്യം നൽകും എന്ന് കവി ഉറപ്പിച്ചു പറയുന്നു. ഒരു സഹോദരൻ സഹോദരിക്ക് കൊടുക്കുന്ന ഉറപ്പാണ് ഇവിടെ കവി നൽകുന്നത്. നമ്മുടെ ഈ കവിതയിലൂടെ കവി അർത്ഥമാക്കുന്നത് ഭാരതത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വ്യത്യസ്തമായ അവസ്ഥകളെയാണ്, ദുരിതം നിറഞ്ഞ അവരുടെ ജീവിതത്തെയാണ്. പുരാണ കഥകളെ താരതമ്യപ്പെടുത്തിയും ഇന്നത്തെ സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന യാതനകളെ കണക്കിലെടുത്തും ഈ കവിത അദ്ദേഹം രചിച്ചിരിക്കുന്നു. അതിമനോഹരമായ ഒരു കവിതയാണ് ഇത്. ഇപ്പം നമുക്ക് ഇവിടെ വെച്ച് ഈ പാഠം നിർത്താം. ഇതിൻ്റെ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒക്കെയായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.